യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ സമർപ്പിച്ചേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ഞങ്ങളോടുകൂടെ ഇരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ ആയിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരും ഉണ്ട്. അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവവചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണോ, എവിടെയും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ഇടവരുകയില്ല. ദൈവം നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ മുന്നോട്ട് നടത്തിയിരിക്കും എന്ന് ഒത്തിരി സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ഈ വചനങ്ങളെ നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കണം. കാരണം ഈ വചനത്തിനകത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം എത്രമാത്രം ഒരാൾക്ക് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ആഗ്രഹമുള്ളൊരു മനസ്സോടെ, പ്രതീക്ഷയുള്ളൊരു ഹൃദയത്തോടെ നമുക്കിരിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21 അധ്യായം 1 മുതലുള്ള വാക്യമാണ്. നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം, അതാണ് ആ 1 രാജാക്കന്മാർ 21 അധ്യായത്തിൻ്റെ ഹെഡിങ്. ഞാനതൊന്ന് വായിക്കാം, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ജസ്രയേൽക്കാരനായ നബോത്തിന് ജസ്രയേലിൽ സമറിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സമറിയ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിൻ്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. രാജാവിന് ആഗ്രഹം ആ മുന്തിരിത്തോട്ടം മേടിക്കണം, എന്നിട്ട് ആ മുന്തിരിത്തോട്ടം വെട്ടിക്കളഞ്ഞ് അവിടെ പച്ചക്കറി നടണം എന്നൊരാഗ്രഹം ഉണ്ടാവുന്നു. അത് കൊട്ടാരത്തിൻ്റെ സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. ഇതെനിക്ക് കാർന്നോന്മാരായിട്ട് തന്നതാണ്, ഇത് കൊടുക്കാൻ എനിക്കിഷ്ടമില്ല എന്ന് രാജാവിനോട് പറഞ്ഞു. എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായ ആഹാബ് വീട്ടിലേക്ക് പോയി. അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു, ഭക്ഷണം കഴിച്ചില്ല. ഒരാളോട് സ്ഥലം തരുന്നോ, എനിക്കിച്ചിരി പച്ചക്കറിയൊക്കെ നടാനാണ്, എനിക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തില്ല. എൻ്റെ കാർന്നോന്മാരായിട്ട് എനിക്ക് നൽകിയ പിതൃസ്വത്താണ്. അത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാജാവ് കട്ടിലിൽ മുഖം തിരിച്ച് കിടന്നുവെന്നും ഭക്ഷണം കഴിച്ചുമില്ല എന്നും എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം, ഈ മനുഷ്യൻ്റെ ദുഃഖം കണ്ട് അവൻ്റെ ഭാര്യ ജെസബേൽ ചെന്ന് ചോദിച്ചു, അങ്ങെന്താണിത്ര ക്ഷോഭിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിച്ചില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയേൽക്കാരനായ നബോത്തിനോട് അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക, അല്ലെങ്കിൽ വേറൊന്ന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തരികയില്ല എന്നവൻ പറഞ്ഞു. ജെസബേൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക. ജസ്രയേൽക്കാരനായ നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് മേടിച്ചു തരും. ഇത് ഞാൻ നിങ്ങളോട് ഈ വചനം പ്രസംഗിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ കാണുന്നത് ഒരു നല്ല മുന്തിരിത്തോട്ടം ചതിച്ച് കൈവശമാക്കാൻ ശ്രമിക്കുന്നതും
ചതിച്ച് കൈവശമാക്കുന്നതുമാണ്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത്, ഒരു നന്മ കണ്ടപ്പം, അപ്പുറത്തൊരു നന്മ കണ്ടപ്പം അതിനെ ചതിച്ചില്ലാതാക്കാൻ, നശിപ്പിക്കാൻ, ഉപദ്രവിക്കാൻ, ആ നന്മ ഇല്ലാതാക്കാൻ, ആ സന്തോഷം ഇല്ലാതാക്കാൻ ഇപ്പുറത്തൊരു തിന്മ, ഒരു ദുഷ്ട ഉദ്ദേശം കയറി വന്ന് കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില നന്മകളുണ്ടാകുമ്പോൾ, ഉയർച്ചകളുണ്ടാകുമ്പോൾ, അത് ചതിച്ചും ഉപദ്രവിച്ചും കള്ളത്തരം ചെയ്തും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പല സൈഡിൽ നിന്നും ഉണ്ടായി വരും. ശ്രദ്ധിക്കണം. എന്തിനാണ് ഞാനും നിങ്ങളും നമുക്കുള്ളതിനെ, നമ്മുടെ നന്മയെ, നമ്മുടെ ദൈവം അനുഗ്രഹിച്ച് നൽകിയതിനെ ദൈവ സംരക്ഷണത്തിൽ ഏൽപ്പിക്കണമെന്ന് പറയുന്നത്? നമുക്കുള്ളതിനെ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ശത്രുക്കൾ, അസൂയാലുക്കൾ അത് സ്വന്തമാക്കാൻ തന്ത്രമായും മന്ത്രമായും ചതിയായും വഞ്ചനയിലൊക്കെ ഇത് കൈവശമാക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് 4 വശത്തും ഉയർന്നു വരും. ഇത് നമ്മളെല്ലാവരുടെയും ജീവിതം ശ്രദ്ധിക്കേണ്ടതാണ്. താഴോട്ട് വായിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചതിച്ച് ആ വ്യക്തിയെ കൊന്നു, എന്നിട്ടത് സ്വന്തമാക്കുവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള നന്മ, നമുക്ക് ദൈവം തന്ന ചില അനുഗ്രഹങ്ങൾ, ചില ഉയർച്ചകൾ നഷ്ടമാകാതിരിക്കാൻ എന്ത് കാര്യവുമാകട്ടെ, ഇപ്പോൾ പഠിക്കാനുള്ളൊരു കഴിവ്, ബിസിനസ് ചെയ്യാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, ശുശ്രൂഷ ചെയ്യാൻ ദൈവം തന്ന കഴിവ്, ദൈവം അനുഗ്രഹിച്ചുള്ള കുടുംബജീവിതം, ദൈവം അനുഗ്രഹമുള്ള മക്കൾ, ഇതൊക്കെ നമുക്കുണ്ടായി വരുമ്പോൾ, നമുക്ക് നന്മയുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുമ്പോൾ ദുഷ്ട ഉദ്ദേശങ്ങൾ കയറി വരാം, അസ്വസ്ഥതകൾ കയറി വരാം. അതിനെ തകർക്കാൻ, നശിപ്പിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും വഞ്ചന കൊണ്ടും ചതി കൊണ്ടും പലതരത്തിൽ മന്ത്രവാദം ചെയ്തും കൂടോത്രം ചെയ്തും ക്ഷുദ്രപ്രയോഗം ചെയ്തും ആ നന്മയെ ഇല്ലാതാക്കാൻ, ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകുന്ന ശക്തികളുണ്ടാകാം. ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും എന്തായാലും ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ആരോഗ്യം, എനിക്ക് ദൈവം തന്ന ഓരോ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, ശുശ്രൂഷ, വിദ്യാഭ്യാസം, പഠനം, സാമ്പത്തികം, വാഹനങ്ങൾ, എന്തുമാകട്ടെ, ദൈവമേ നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അത് നഷ്ടമായി പോകാൻ, അതില്ലാതായി പോകാൻ ഒരു ശക്തിയെ കൊണ്ടും അനുവദിക്കരുതേ. ഒരു ദുഷ്ടശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അങ്ങയുടെ ആയുധങ്ങളേന്തിയ ദൂതന്മാരെ ഞങ്ങൾക്ക് ജീവിതത്തിന് ചുറ്റും കാവലേർപ്പെടുത്തണമേ. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇതെത്രമാത്രം വ്യക്തമായി എന്നെനിക്കറിയില്ല. നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താൻ, നിങ്ങളുടെ നന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും അതിന് ആക്കം കൂട്ടുന്നവരും അതിനുവേണ്ടി പല കഥകൾ മെനയുന്നവരുമുണ്ടാകാം. ശ്രദ്ധയോടെ നീങ്ങാൻ ദൈവം എനിക്കും നിങ്ങൾക്കെല്ലാം ശക്തിയും വിവേകവും തരട്ടെ. എല്ലാവരും മിത്രങ്ങളല്ല, ചിലർ മിത്രങ്ങളെ പോലെയുള്ള ശത്രുക്കളാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്കുള്ളതിനെ, എൻ്റെ ശുശ്രൂഷയെ, ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ, ബലമുള്ള സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു ദുഷ്ടശക്തിക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത വിധം ഉള്ളം കയ്യിൽ അതിനെ പൊതിയണമേ, ഉള്ളം കയ്യിൽ അതിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പലർക്കും ദുഷ്ട ഉദ്ദേശങ്ങളുണ്ട്. ദുഷ്ട ഉദ്ദേശങ്ങളോടെ കൂടെ കൂടുന്നവരുണ്ടെന്ന്, ദുഷ്ട ഉദ്ദേശങ്ങളുടെ ഒപ്പം കൂടുന്നവരുണ്ട്. കാഴ്ചയിൽ മിത്രങ്ങളെപ്പോലെ തോന്നും, എന്നാൽ ഉദ്ദേശം മറിച്ചായിരിക്കും. ശ്രദ്ധിച്ചു നീങ്ങണം. ദൈവം നമുക്ക് ആ കഴിവ് തരട്ടെ. പലർക്കും ചതി പറ്റിയിട്ടുണ്ട്, പലർക്കും അപകടം പറ്റിയിട്ടുണ്ട്, പലർക്കും ഒത്തിരി നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, പലരുടെയും ഭാവി, സ്വപ്നം, പ്രതീക്ഷകൾ തച്ചുടഞ്ഞു പോയിട്ടുണ്ട്. ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്കെല്ലാം ചിലപ്പോൾ നമ്മൾ ആ സ്നേഹത്തിൻ്റെ പുറത്ത്, ആ കരുതലിൻ്റെ പുറത്ത് നമ്മളെല്ലാം വകവയ്ക്കില്ല, മൈൻഡ് ചെയ്യില്ലേ, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നും. ശ്രദ്ധയോടെ നീങ്ങാൻ, നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം നല്ലതാണെന്ന് കണ്ടപ്പോൾ അത് കൈവശമാക്കാൻ
രാജാവടക്കം ശ്രമിക്കുന്നു. രാജാവിൻ്റെ ഭാര്യ തന്ത്രങ്ങൾ മെനയുന്നു. ഭാര്യ പറയുന്നു, നിങ്ങൾ വിഷമിക്കാതിരിക്കുക, അത് കൈവശമാക്കാനുള്ള ബുദ്ധി എൻ്റെ കയ്യിലുണ്ട്. ചതിക്കാനുള്ള കഥകൾ മെനയുന്നു. കൂട്ടമായി ആ മുന്തിരിത്തോട്ടം എന്ന നന്മയെ ഇല്ലാതാക്കുന്നു. അത് വെട്ടണം പോലും. അവിടെ പച്ചക്കറി നടണം. എന്തേറെ സ്ഥലങ്ങളുണ്ട് രാജ്യത്ത് പച്ചക്കറി നടാൻ. കൃത്യം ആ മുന്തിരിത്തോട്ടം വെട്ടിക്കളഞ്ഞേച്ച് കൃത്യം അവിടെ തന്നെ. അതാണ് ദുഷ്ട ഉദ്ദേശം. പ്രാർത്ഥിച്ച്, ദൈവമേ, നിൻ്റെ സുരക്ഷിത കരങ്ങളിൽ എൻ്റെ ജീവനെ, ജീവിതത്തെ, ശുശ്രൂഷയെ, ആരോഗ്യത്തെ, ബന്ധങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഒരു ദുഷ്ടശക്തിക്കും അതിനെ തട്ടിത്തെറിപ്പിച്ച് കളയാൻ ഞാൻ അനുവദിക്കുകയില്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങേക്കാണ് ഒന്നാം സ്ഥാനം. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവും കർത്താവും. ഞങ്ങൾക്കുള്ള സ്ഥാനം 2, 3, 5 ഒക്കെ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിനും 3, 4, 5 സ്ഥാനങ്ങളേ ഉള്ളൂ. ഒന്നാം സ്ഥാനം ദൈവമേ നിനക്കും നിൻ്റെ വചനത്തിനും ആണ്. പ്രാർത്ഥിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി പ്രാർത്ഥിച്ച്, കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ തിങ്കളാഴ്ച ദിവസം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ, എന്നെയും ആ സുരക്ഷിത കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. സന്തോഷവും സമാധാനവും നൽകണമേ. നിലനിൽക്കുന്ന ഉയർച്ചയും ഐശ്വര്യവും നൽകണമേ. ഒന്നിനും ഒരു കുറവുണ്ടാകാത്ത വിധം നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും നിനക്ക് വരികയില്ല. ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെയോ ജീവനെയോ ജീവിതത്തെയോ തൊടുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിങ്കളാഴ്ച പ്രിയപ്പെട്ടവരെ, ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശുശ്രൂഷകളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് 9 മണി മുതൽ നിങ്ങൾക്ക് ധ്യാനത്തിന് കുറഞ്ഞ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഉള്ള സൗകര്യത്തിൽ ഓരോ ആഴ്ചയിലും ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്, അനുഗ്രഹമാകുന്നുണ്ട്. നിങ്ങൾക്ക് 9 മണി മുതൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം, സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക.